So, so for the last theory class, not for the last contact class, for the last theory class, I have discussed about Rankine-Hugino derivation. Rankine-Hugino derivation എടുക്കുന്ന സമയത്ത് അതിനെ കൂടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഡെറിവേഷൻസ് ഉണ്ട് കുറച്ചും കൂടി എടുക്കാൻ. അപ്പോൾ അത് അന്ന് എടുത്തിട്ടുണ്ടായില്ല. അന്ന് എടുത്തിട്ടല്ല, അന്ന് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട് നമുക്ക് എടുക്കാൻ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ വിൽ എക്സ്പ്ലെയിൻ ടു എസ് എ PDF. ഒരു PDF ഞാൻ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ട് ഡെറിവേഷൻ, അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ അക്രോസ് ദി ഷോക്ക്, സ്റ്റാഗ്നേഷൻ പ്രഷർ, സോറി സ്റ്റാഗ്നേഷൻ, static pressure across the shock. It means P by Y Px. Also static temperature across the shock, Ty by Tx. ഇതൊക്കെ നമ്മൾ ഡാറ്റ ബുക്ക് എടുക്കുന്ന റീഡിങ്സ് വാല്യൂസ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ ഒരു പർട്ടിക്കുലർ ഡെറിവേഷൻസ് നൊട്ടേഷൻസ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ഇക്വേഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി, സോറി സ്റ്റാഗ് ഡെൻസിറ്റി റോ വൈ ബൈ റോ എക്സ്. സോ ഇതിനൊക്കെ ഒരു ഡെറിവേഷൻസ്, സിംഗിൾ പേ ഡെറിവേഷൻ നിങ്ങൾ ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ഡെറിവേഷൻ ലെങ്തി നമ്മൾ എടുത്ത് വരുമ്പോൾ ഒരു അവറൊക്കെ എടുക്കുമായിരിക്കും. ചെറിയതാണെങ്കിൽ പോലും ഒരു അവർ ഒരു പേജുകളൊന്നും പോലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ആൻ അവർ. So I will explain it in later as a PDF in a video. So today I would like to write the equations for the respective three ratios, P by Px, Ty by Tx and rho by rho x. So the note here, P by Px equal to 2 gamma by gamma plus 1, 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1. This is the equation for Py by Px. So something a question will be asking like that: derive an equation for static pressure ratio across normal shock. Derive an equation for static pressure ratio across normal shock. Across shock means y by x. Anything across a shock means y by x. If it is Py by Px, if it is Ty by Tx, if it is rho by rho x, anything across a shock means y by x, right? So Py by Px equation is 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1. നിങ്ങൾ എയർവാക്ക് ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെറിവേഷൻ അതിനകത്തുണ്ട്, ഒരു സിംഗിൾ പേജ് ഡെറിവേഷൻ. ഓക്കെ, സോ another term is Ty by Tx, temperature ratio across static temperature across normal shock. T by Tx ഇതൊരു ചെറിയ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആണ്. ഡിനോമിനേറ്റർ 1 plus gamma minus 1 by 2 mx square into 2 gamma by gamma minus 1 mx square minus 1 whole divided by 1 by 2 gamma plus 1 by gamma minus 1 മോള് gamma plus 1 സ്ക്വയർ ഉണ്ട് ഇൻറ്റു mx സ്ക്വയർ. കാണുമ്പോൾ ഇതൊരു വലിയ ഇക്വേഷൻ ആണ്, പക്ഷെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാം. Ty by Tx ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം, ഇങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. എൻ്റെ Py by Tx, Ty by X and also rho by rho x. I will explain as I will. അത് നമ്മൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓരോ അവർ ചിലപ്പോൾ ഓരോന്നിനും എടുക്കും. ഇതിനു വേണ്ടി മാത്രം നമുക്ക് 3 അവറൊക്കെ എടുക്കേണ്ടി വരും. സോ അത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്തുതരാം എന്തായാലും. സോ നോട്ട് ഡൗൺ ദി ഇക്വേഷൻസ്. ടെമ്പറേച്ചർ റേഷ്യോ ആൻഡ് പ്രഷർ റേഷ്യോ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി റേഷ്യോ ഇമ്പോർട്ടൻ്റ് അല്ല. ഡെൻസിറ്റി റേഷ്യോനെ നമ്മൾ എന്ത് വേറെ പേരിട്ട് വിളിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ Py by Px നമ്മൾ വേറെ പേരിട്ട് വിളിക്കാം. Density ratio is simply another called as density ratio rho by rho x എന്നല്ലേ നമ്മൾ Rankine-Hugino derivation is rho y by rho x ആണല്ലേ. ഓൾസോ Py by Px നമ്മൾ എഴുതിയിട്ടുണ്ട്, Py by Px ഒന്നും പറയാം. സോ Ty by Tx ഉം Py by X ഇത് രണ്ടും വേറെ ഒരു ഇക്വേഷൻ ആണ്, പക്ഷെ അത് Rankine-Hugino derivation കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അത് വേറെ ഇക്വേഷനാണ് കിട്ടുന്നത്. സോ rho by rho x density ratio across static ratio is another called as Rankine-Hugino equation. Rankine-Hugino equation. Okay. The next one is strength of a shock wave. So every shock wave, as I said, a normal shock wave is happening inside a flow which is parallel to when particular we have explained the formation of normal shock by using a piston cylinder, right?
piston cylinder. When you are moving a piston along the flow, there is a fluctuation in the flow where the wave is formed, and initially formed wave is at enormous velocity and it's a very steeper and very broadly wave. But along the flow, the particular wave becomes slowly, gradually, it will become 90 degree to the flow. That is called as the particular wave form normal to that particular flow is known as normal shock wave. Okay. So what is the strength of a shock wave? How we can describe, how we can find out a equation for strength of a shock wave? So അതിന് ചെറിയൊരു derivation ഉണ്ട്. Derivation ഒരു പേജ് താഴെയുള്ള derivation, half page derivation is the strength of a shock wave is defined as the ratio of increase in pressure due to shock. Okay, increase in pressure due to shock. Increase in pressure due to shock whole divided by pressure before the shock. Pressure before the shock. Sir, ശ്രീനാഥിന് കയറാൻ പറ്റുന്നില്ല. എന്താടാ? ശ്രീനാഥിന് കയറാൻ പറ്റുന്നില്ല. ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥിന് കയറാൻ പറ്റുന്നില്ലേ? ഓക്കെ. പോരുന്നില്ലേ? കയറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരും മെയിലിലേക്ക് അതിൻ്റെ ഇത് വന്നിട്ടുണ്ടാവില്ല. അന്ന് ശ്രീനാഥ് ചെയ്തിരുന്നു. അന്ന് ശ്രീനാഥ് കയറിയതാണല്ലോ. പെർമിഷൻ ചോദിക്കാതെ കയറണമെങ്കിൽ നിങ്ങൾക്കന്ന് വന്ന മെയിൽ അത് ഇന്ന് ചെയ്യാൻ പറയും. അത് ആക്സെപ്റ്റ് ചെയ്യണം. അത് യെസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പെർമിഷനിൽ കയറാൻ പറ്റുള്ളൂ. ശരി, ഇനിയും ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് സ്റ്റാഫ് അഡ്വൈസറിന് കോൺടാക്ട് ചെയ്യാം. സോ സ്റ്റാഫ് അഡ്വൈസർ വിളിച്ചാൽ അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യും. So strength of shock wave is defined as a ratio of increase in pressure due to shock divided by pressure before the shock. So how we can find an equation for a strength of a shock wave? So here it is shown that epsilon is defined as the strength of a shock wave. Okay, epsilon or E. So pressure, increase in pressure due to shock. Increase in pressure means Py minus Px. Final pressure minus initial pressure. Py minus Px. Increase in pressure due to shock divided by pressure before the shock. Before the shock, Pxl. Increase in pressure means Py minus Px. Final pressure minus initial pressure. So that is the main equation for a strength of a shock wave is Py minus Px divided by Px. So we can also write that particular equation in the form Py by Px minus 1. Py by Px minus 1. You can also write that equation in this form also. So why the equation that I have explained earlier in this class, that is pressure ratio across the shock wave. Pressure ratio across the shock wave. ഇപ്പം ഞാൻ പറഞ്ഞ ഡെറിവേഷൻ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ ഇക്വേഷൻ അതിതാണ്. Py by Px equal to 2 gamma by gamma plus 1 into mx square minus gamma minus 1 by gamma plus 1. This was the equation that I have expressed in the beginning of the class. Static pressure ratio across the shock. So substitute that equation P by Px in this particular equation. P by Px minus 1. Okay, relation. So we will get that equation like Py by Px equal to 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1. അത് P by Px equation. അതിലേക്ക് വിട്ടുകൊടുക്കാം എപ്സിലോണിലേക്ക്. വിട്ടുകൊടുത്താൽ ഇങ്ങനെ വരും. Q ഗാമ ബൈ ഗാമ പ്ലസ് 1 ഇൻറ്റു എം എക്സ് സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1. ഒരു മൈനസ് 1 ഇവിടെ ഉണ്ടല്ലോ, ആ മൈനസ് 1 ഇവിടെ വരും. ഒരു ഒറ്റ സ്റ്റെപ്പ് ഇക്വേഷൻ ഉള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ P by Px value. Okay, then take 1 by gamma plus 1 outside. There is 1 by gamma plus 1 here and also here. Taking the particular value it's outside, we will get an equation like this: 2 gamma by mx square minus gamma plus 1 minus gamma. Okay, 1 by gamma plus 1 2 gamma and ms square. ഈ മൈനസ് 1 ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. 2 gamma by 2 gamma mx square minus gamma plus 1 minus gamma. ഈ പ്ലസ് 1 minus 1 കട്ടായി പോകും. പ്ലസ് 1 minus 1 will be cut. So the final equation will be epsilon equal to 2 gamma ഇവിടെ ഉണ്ട്, ഇത് പുറത്തേക്ക് കിട്ടും. 2 gamma by gamma plus 1
ഇവിടെ -2 ഗാമ വരും അല്ലേ, മൈനസ് ഗാമ മൈനസ് ഗാമ മീൻസ് -2 ഗാമ. സോ ഇനീഷ്യലി ദർ ഈസ് എ 2 ഗാമ ഇൻറ്റു mx സ്ക്വയർ sorry 2 ഗാമ mx square minus 2 gamma out bracket minus 1. സോ അവിടുന്ന് 2 ഗാമ പുറത്തെറിഞ്ഞാൽ 2 ഗാമ ഇൻറ്റു mx സ്ക്വയർ മൈനസ് 1. ഓക്കെ, സോ 1 ഗാമ ആദ്യം കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി epsilon equal to or strength of a shock wave equal to 2 gamma by gamma plus 1 into mx square minus 1. So this question, so this equation explains that gamma is a constant value, right? Gamma 1.44 for gamma value is constant, right? So here this equation okay, 2 gamma by gamma plus 1 is a constant value. ഇത് മാറുന്നില്ല. 2 is a constant value, gamma is a constant value, and also gamma plus 1 is also a constant value. So here the variable is or changing value is mx square minus 1. mx square minus 1, right? mx square minus 1. So the strength of a shock wave can be defined, or the parameter and influence of the strength of a shock can be defined as mx square minus 1. mx square minus 1 എന്നുള്ള വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്ട്രെങ്ത് ഓഫ് ഷോക്ക് വേവ് ഉള്ളത് അല്ലേ. mxന്റെ വാല്യൂ മാറുന്നതിനൊക്കെ സ്ട്രെങ്ത്തിന്റെ വാല്യൂ മാറാം. So that is that the Mach number before the shock or Mach number upstream shock wave can be defined as the influencing parameter for strength of a shock wave. If mx is greater than 1 or mx is a higher value, strength of a shock wave will be a higher value, strength is higher. If mx is lower, we can say it is a strength of shock wave is very lower. So mx square minus 1 എന്ന term ആണ് ഇതിനെ parameter, the influence എന്ന parameter. So strength of a shock wave എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can write this is a ratio of increasing pressure due to shock divided by initial or before pressure before the shock. And also we can substitute the value for P wave peaks in this equation, and we can modify that equation in a particular way, and we can say that the strength of a shock is depending upon the mx square minus 1 or Mach number before the shock or upstream Mach number mx. Okay, അതൊന്ന് നോട്ട് ചെയ്തു, റൈറ്റ്? ദിസ് ദർ ഇൻ ദ ഹാൻഡ് റിട്ടൺ നോട്ട്ബുക്ക്. സോ അതിനകത്ത് ഈ പ്ലസ് 1 ഉണ്ടോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മൈനസ് ഗാമ പ്ലസ് 1, ഇത് മൈനസ് ഗാമ പ്ലസ് 1 ഇസ് ദ. സോ ഐദർ നിങ്ങൾക്ക് അയച്ചു തന്ന നോട്ട് ചിലപ്പോൾ മൈനസ് ഗാമ മൈനസ് 1 ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതിപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തായിരുന്നു. സോ മൈനസ് ഗാമ മൈനസ് 1 ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് കറക്റ്റ് ചെയ്യാം. മൈനസ് ഗാമ പ്ലസ് 1 ഇസ് ദ. അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഡെറിവേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അവിടെ മൈനസ് 1 പ്ലസ് 1 വരുന്നത് മനസ്സിലാവും. ഓക്കെ, റൈറ്റ്? ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ എ പ്രോബ്ലം. പ്ലീസ് റൈറ്റ് ഡൗൺ എ പ്രോബ്ലം. ഇന്നലെ ചെയ്യാൻ പറ്റാതിരുന്നോ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. An aircraft flies at a Mach number of 1.2. An aircraft flies with a Mach number of 1.2 at an altitude of 16,000 meters. 16,000 meters. In bracket, pressure equal to 103 megabar m bar and temperature equal to 216.65 Kelvin. 216.65. Pressure equal to 103 or 1.03 megabar m bar.
megabar. Megabar means Pascal is 10 power 5 and power 6. Bar, meter bar. So it is 0.103 bar. 0.103 bar. 0.103 bar. Correct it as 0.103 bar. 0.103 bar. Temperature equal to 216 Kelvin. 216.65 Kelvin. Full stop. The compression in its engine. The compression in its engine. The compression in its engine. The compression in its engine is partially achieved by the compression in its engine is partly achieved by a normal shock wave standing at the entry of its diffuser. Standing at the entry of diffuser. Standing at the entry of diffuser. Determine immediately downstream of the shock. Determine immediately downstream of the shock. Downstream of the shock. Mach number. Temperature, pressure, and change in stagnation pressure. Change in stagnation pressure, that is delta PO. POY minus POX. Okay, you want to find the downstream of the shock Mach number MY, TY, PY, and P0 y minus P0 x. Okay, so the question is, an aircraft flies with a Mach number of 1.2, which means Mach number of the aircraft flying is 1.2 at an altitude of 60,000 meters. So the meters. Okay, pressure is 0.103 bar, temperature is 216.65 Kelvin, and the compression of the engine is partly achieved by a normal shock wave standing at the entry of the diffuser. Diffuser entry lana endulladu nammade shock ullathu, right? Shock is there at entry of the diffuser. So ivide fly ചെയ്യുന്ന Mach number തന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന Mach numberും ആ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ എൻട്രി ഭാഗത്ത് തന്നെയാണ് ഷോക്കുകളെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഫ്ലോ ചെയ്യുന്നതിനെ കുറിച്ച് വേറൊന്നും വന്നില്ല. ഫ്ലോ ചെയ്യുന്നതിന്റെ ഒരു ഡിഫ്യൂസറിന്റെ ആ എൻട്രിന്റെ ഭാഗത്തുള്ള Mach number ആണ് 1.2. ആ സമയത്തുള്ള Mach number തന്നെയാണ് 1.2. അവിടെ ഷോക്ക് ഉണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻട്രിയിലും എക്സിറ്റിലും വേറെ Mach number ആണ്, വേറെ കാര്യങ്ങളാണൊന്നും പറഞ്ഞിട്ടില്ല. ഫ്ലോ ചെയ്യുന്നതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, Mach number ഉണ്ട്, പ്രഷറിന്, ടെമ്പറേച്ചർ എല്ലാം ഉണ്ട്. അവിടെ എൻട്രി ഭാഗത്ത് നോർമൽ ഷോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഫ്ലോ ചെയ്യുന്ന ഇനീഷ്യലി ഷോക്ക് ഇല്ല എന്ന കൺസിഡറേഷൻ എടുക്കുക. നമ്മളൊരു ഫിഗർ കാട്ടേക്കാണ്. ഇനീഷ്യലി ഷോക്ക് ഒന്നും ഇല്ല എന്ന കൺസിഡറേഷൻ എടുക്കുക. അത് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഫ്ലോ ചെയ്യുന്ന Mach number ആണ് 1.2. ഫ്ലോ ചെയ്യുന്നത്, പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പെട്ടെന്ന് എൻട്രിയിൽ ഷോക്ക് വരികയാണ്, അല്ലെങ്കിൽ ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന Mach number 1.2 തന്നെയല്ലേ. ഈ ഷോക്ക് കഴിഞ്ഞാലാണ് അതിന് ചേഞ്ച് വരുന്നത്. ഷോക്ക് കഴിഞ്ഞാലേ ചേഞ്ച് വരും. ഇനീഷ്യലി ഫ്ലോ ചെയ്യുമ്പോൾ അതിനൊരു വേറെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ഒരു Mach number ഉണ്ട്, പ്രഷറും ടെമ്പറേച്ചർ എല്ലാം ഉണ്ട്. അതിൽ ഫ്ലോ ചെയ്യാണ്. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് കൺസിഡറേഷൻ എടുക്കുക. സോ അതിലൂടെ ഷോക്ക് വരുമ്പോൾ ആ ഷോക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫ്ലോയിൽ കാര്യം തന്നെയാണ്. ഷോക്ക് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റം വരുന്നത്. ഷോക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് Mach number മാറാം, പ്രഷർ മാറാം, എല്ലാം മാറുന്നത് ഷോക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനീഷ്യലി ഒക്കെ അതിനുള്ള പ്രോപ്പർട്ടി തന്നെയായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്, അല്ലേ? പെട്ടെന്ന് തടസ്സം വരികയാണെങ്കിൽ നമുക്ക് അതുവരെയുള്ള വെലോസിറ്റിക്ക് സെയിം ആയിരിക്കില്ല, പിന്നീട് മാറ്റം വരുന്നത്. സോ ഗിവൺ mx തന്നെയാണ് വന്നിട്ടുള്ളത്. mx തന്നെയാണ് നമുക്ക് എടുക്കാം. 1.2 is mx. At pressure also, Px is given as 0.103 bar. Tx is given as 216.65 Kelvin. Okay, so we want to find downstream of the
shock. So it's a very simple question. Just take the normal shock table with Mach number 1.2 and gamma 1.4. Aircraft ആയതുകൊണ്ട് തന്നെ that will be gamma 1.4. So mx equal to 1.2, pressure equal to 0.103 bar. So take the table with mx equal to 1.2. Take normal shock table at mx equal to 1.2. Normal shock table at mx equal to 1.2. We will get the Mach number my. 0.1.2. Normal shock table. What is the exit Mach number, or what is the downstream Mach number my? 0.842. Is very good. 0.842, right? My is 0.842. Page number 52, right? Page number 52 from that number. So please write down from Eisenhower table. Sorry, not Eisenhower table. From Shock table at mx equal 1.2 and gamma 1.4. My equal to 0.842. Py by px. Ty by tx. Py by dx. P naught by P naught x. Py by px. Ty by dx. P naught by P naught x. So P by px equal to 1.513, right? 1.513 ആണ് നോക്കി. And Ty by tx is 1.128. 1.128. P naught by P naught x is 0.993. 0.993, right? ശരിയല്ലേ? Yes, sir. Okay. Then find the value of px. Px is given. So find the value of Ty here and find the value of Ty here. Px and px is given, already given. So just find the value of Ty and Ty. We will get the first three answers. My already got, Ty here and Ty here. At last, രണ്ടും കണ്ടുപിടിക്കും എന്നിട്ട് പറയാം. Ty and Ty. So Py 0.155. Yes, very good. 0.155. 0.15583 എന്നൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡെസിമൽ പ്ലേസ് ഒക്കെ മാക്സിമം വെച്ച് കഴിയും. So Ty 244.38. Very good, very good. Ty equal to 244.38 Kelvin. This bar. Okay. Last question, okay. P naught by P naught x is 0.993. നമുക്ക് P naught x അറിയാമെങ്കിൽ P naught y കണ്ടുപിടിക്കാം. P naught y അറിയാമെങ്കിൽ P naught x കണ്ടുപിടിക്കാം. നമുക്ക് ഈ രണ്ടും അറിയില്ല. ഈ റേഷ്യോ മാത്രമാണ് നമുക്ക് അറിയുന്നത്. അല്ലേ? P naught y P naught x ആണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ആണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ആണെങ്കിൽ നമുക്ക് എഴുതാം. അത് നമുക്കറിയാം 1 - P naught y P naught x ആണ്. ഇൻറ്റു 100 ആണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റേഷ്യോ മാത്രം 1 - 0.993 എടുത്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് മാത്രമാണ്, പെർസെൻറ്റേജ് ഇല്ല. അപ്പോൾ P naught y - P naught x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ വാല്യൂ ആവശ്യമുണ്ട്. ഇപ്പോൾ റേഷ്യോ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് P naught x P naught y കണ്ടുപിടിക്കേണ്ട ഒരു ഓപ്ഷൻ ഇപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമുക്കില്ല. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ നോർമൽ ഷോക്ക് ടേബിൾ യൂസ് ചെയ്യുന്നത്, ഐസോനോവ് ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഐസോനോവ് ടേബിൾ പോയി കഴിഞ്ഞാൽ നമുക്ക് P naught x കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ P naught y കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ആദ്യം ഉള്ളത് mx വാല്യൂ ആണ്. mx വാല്യൂ വെച്ചിട്ട് പോവാം. ജസ്റ്റ് ടേക്ക് ഐസോനോവ് ടേബിൾ, ടേക്ക് ഐസെൻട്രോപിക് ടേബിൾ ഫ്രം ഐസോനോപിക് ടേബിൾ. From isentropic table at mx equal to 1.2 and gamma equal to 1.4. Take isentropic table, mx equal to 1.2 and gamma equal to 1.4.
mx equal to 1.2 and gamma equal to 1.4. നമുക്ക് എല്ലാം വേണ്ട, അപ്പോൾ ആവശ്യമുള്ള മാത്രം കിട്ടും. mx equal to 1.2. ഓക്കെ, p by p naught, p by p naught ആവശ്യമുള്ളൂ. p by p naught, p by p naught means here you want to write, നമ്മൾ mx എടുത്തിട്ടാണ് പോയത്, so we want to write not p by p naught, p by p naught is px by p naught x. ഈ പ്രോബ്ലത്തെ പ്രകാരമാണെങ്കിൽ px by p naught x is the value we will get from our data book. Px by p naught x, we are going with mx, so we want to get px by p naught x. If we go with m1, we will get p1 by p naught. If we go with m5, we will get py by p naught. So here it is px by p naught x equal to the value 0.412. 0.412. Very good. 0.412. So px is the already known value. Px is the known value which is given in our question. So from here we can directly find the value of p naught x. Therefore p naught x equal to px by 0.412. px divided by. Therefore it is px എന്ന് പറഞ്ഞാൽ 0.103. So 0.103 divided by 0.412 is the value for p naught x. 0.25. Yes, very good. Very good. P naught x equal to 0.25. Therefore, we have the ratio P naught by P naught x here. P naught y by P naught x equal to 0.993. 0.993. Therefore, P naught y equal to P naught y equal to 0.993 into 0.25. Their value is 0.2482 on 0.24. Very good. 0.2482. Therefore, last question, delta P naught or change in stagnation pressure or loss in stagnation pressure across the shock. P naught y by P naught x. അങ്ങനെ എടുക്കണമെന്നില്ല, ഏതാണ് ഹയർ വാല്യൂ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്താലും മതി. ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ എടുത്താൽ മതി. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. 0.2482 മൈനസ് 0.25 അല്ല, ഹയർ വാല്യൂ അല്ല, ചേഞ്ച് എടുത്താൽ മതി. ഈ ഡിഫറൻസ് കിട്ടുമല്ലോ, അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി. P naught x minus P naught y ആണ് ഹയർ വാല്യൂ വരുന്നത് അല്ലേ. Therefore C25 minus 0.2482 ചെയ്താലും മതി. The value will be 0.0018 ആണ്. 0.0018 ആണ്. ശരി, അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് മാക് നമ്പർ വേറെ നടുക്ക് വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് സിമ്പിൾ ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് സിമ്പിൾ ആയെന്ന് വെച്ചാൽ there is no entry or exit condition here. Okay, there is no entry or exit condition here. Only shock is here. Mx and my is the only term including here. So there is no confusion along with the question. If ഏതെങ്കിലും ഒന്നിന്റെ പ്രോപ്പർട്ടി തരുമല്ലോ, മറ്റേ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. If mx is given, you can easily find out the value for my. And if my is given, you can find easily the value for mx. ഐസോനോപറ്റിക് പ്രോബ്ലം ആയാലും വളരെ സിമ്പിൾ ആയിരുന്നു. ഐസോനോപറ്റിക് മാത്രം ഷോക്ക് ഇല്ലാത്ത കേസ് സെക്കൻഡ് മോഡ്യൂൾ പ്രോബ്ലം ആണെങ്കിൽ സിമ്പിൾ ആണ്. ദർ ഈസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓൺലി, M1 and M2 ഓൺലി.
So if the question is asking for a mixed type, if entry and exit is there and also a normal shock is there, or exit ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഷോക്ക് വരുന്നതെങ്കിൽ ഷോക്കിന്റെ എക്സും വൈയും ഉണ്ടാവും, ഒരു എക്സിറ്റ് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എൻട്രി കണ്ടീഷൻ, ഇത് 3 എണ്ണം ഉണ്ടാവും. ഈ കണ്ടീഷൻ അങ്ങനെ കണ്ടീഷൻ വരുമ്പോഴാണ് യു വാണ്ട് ടു ഗോ ടു ഐസോനോർമൽ ടേബിൾ ആൻഡ് ഓൾസോ നോർമൽ ഷോക്ക് ടേബിൾ. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് കുറച്ചും കൺഫ്യൂഷൻ വരുന്നത്. സോ അങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടേബിൾ എടുക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ലോജിക്ക് ആദ്യമേ നിങ്ങളുടെ ഉള്ളിൽ എത്തിച്ചു വെക്കുക. എൻട്രിയും എക്സിറ്റും അല്ലെങ്കിൽ ഏതോ 3 വന്നിട്ട് ഷോക്കും കൂടി പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഷോക്കിന്റെ കേസിൽ എൻട്രി പറയുന്നുണ്ട്, പക്ഷെ അവിടെ തന്നെയാണ് ഷോക്ക് വരുന്നത്, അതുകൊണ്ട് ഷോക്കിന്റെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയത്. സോ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. സോ അതുകൂടാതെ നിങ്ങൾ എല്ലാവരും ശീലിക്കേണ്ട ഒരു വലിയൊരു കാര്യം, അത് നിങ്ങളുടെ സീരീസിലെ 1-2 കുട്ടികൾ അത് പേരെടുത്ത പാടെന്ന് വെച്ചിരുന്നു, അത് വിട്ടുപോയതാണ്. അത് പറയുന്നത് വെച്ചൊരു കാര്യമുണ്ട്. അതായത് എല്ലാ ഉത്തരവും എഴുതി കഴിഞ്ഞാൽ ടീമിൽ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. വാല്യുവേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ ഉത്തരവ് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ 4 വാല്യൂ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്താൽ ഓരോ സാധനം ഓരോ സൈഡിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പിന്നോട്ട് എക്സ് എവിടെ കിട്ടി, പിന്നോട്ട് വൈ എവിടെയെങ്കിലും കിട്ടി, ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് വാല്യൂ ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവില്ല. സോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചോദിച്ച കാര്യങ്ങളൊക്കെ ഒരു കാര്യങ്ങൾ എടുത്ത് തരും. അങ്ങനെ എഴുതിയ ആൾക്കാരുണ്ട് സീരീസിന്, ഇല്ല എന്നല്ല, എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശീലം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മാക് നമ്പർ, ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ സ്റ്റേക്കേഷൻ പ്രഷറാണ്. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് മാക് നമ്പർ my equal to and temperature Py equal to pressure Py equal to and change in stagnation pressure P naught y minus P naught x or delta Px, delta P naught equal to that value. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് അധികം കിട്ടും. നിങ്ങൾക്ക് പ്രോബ്ലം കുറച്ച് തെറ്റാണെന്ന് ലോജിക്ക് നിങ്ങൾ അവിടെ വെച്ച് നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു കാര്യം ചെയ്ത് ശീലിക്കുക. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഫോർ അവർ സെഷൻ.